കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരി. ശരണ്യയുടെ ആൺ സുഹൃത്തും 2ാം പ്രതിയുമായ നിധിനെ കോടതി വെറുതെ വിട്ടു. കേസിൽ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതിരുന്ന പ്രോസിക്യൂഷനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി രൂക്ഷമായി വിമർശിച്ചു. കേസിൽ ഈ മാസം 21-ന് കോടതി ശിക്ഷ വിധിക്കും. പ്രേരണ, ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ നിധിനെതിരെ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ സമ്പൂർണ്ണ പരാജയമായി. ഫെബ്രുവരി 17 പുലർച്ചെ 2:45 നാടിനെ ഞെട്ടിച്ച കൊലപാതകം. തയ്യിൽ കടപ്പുറത്ത് കുടുംബസമേതം താമസിക്കുന്ന ശരണ്യ ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ 1.5 വയസ്സുകാരനായ മകനെ കടലിലെറിഞ്ഞു കൊന്നെന്നായിരുന്നു കേസ്. കേസിൽ 47 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 81 രേഖകളും 19 മെറ്റീരിയൽ എവിഡൻസും പരിശോധിച്ച കോടതി വിശദമായ വാദം കേട്ടതിനു ശേഷമാണ് കേസിൽ വിധി പറഞ്ഞത്. വിയാന്റെ അമ്മയും കേസിലെ 1ാം പ്രതിയുമായ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി. 2ാം പ്രതിയും ശരണ്യയുടെ ആൺസുഹൃത്തുമായ നിധിനെ വെറുതെ വിട്ടു. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാതിരുന്ന പ്രോസിക്യൂഷനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KN പ്രശാന്ത് രൂക്ഷമായി വിമർശിച്ചു. 2ാം പ്രതിയെ നിരുപാധികം വിട്ടയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാക്കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യം നടന്ന ദിവസം വസ്ത്രത്തിൽ ഉപ്പുവെള്ളം പറ്റിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശരണ്യയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലെന്നും, എന്നാൽ ശരിയായ അന്വേഷണത്തിന് പകരം സദാചാര പോലീസിംഗാണ് നടന്നതെന്നും കോടതി കുറ്റപ്പെടുത്തി. ഇത് പൂർണ്ണമായിട്ടും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉള്ള കേസാണ്, സാഹചര്യ തെളിവ് മാത്രമേ, ഒരു ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസാണ്. അപ്പോൾ ഇത്തരം കേസുകൾ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രോസിക്യൂഷൻ സംബന്ധിച്ചും വളരെ ദുർഘടമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. 1ാം പ്രതി ശരണ്യയുടെ വാദം കേട്ട ശേഷം ഈ മാസം 21-ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.